എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 സിവിൽ സർവീസിലെ CSAT എക്സാമിൽ ചോദിച്ച നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ വരുന്ന 10 ക്വസ്റ്റ്യനുകളാണ്. 2024 ചോദിച്ച 10 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻറ്റീജർ ഒബ്ടൈൻഡ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് ദിസ് കാൽക്കുലേഷൻ. ഓക്കെ, ഈ പറയുന്ന കാൽക്കുലേഷൻ്റെ എൻഡ് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടായിട്ട് കിട്ടുന്ന ഇൻറ്റീജറിൻ്റെ എൻഡിൽ കോൺസിക്യൂട്ടീവായിട്ട് എത്ര സീറോസ് ഉണ്ടാവും? മക്കളെ, കോൺസിക്യൂട്ടീവ് സീറോസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി എത്ര സീറോസ് ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഇത് UPSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ ഈസിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്ത് പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് കോൺസെപ്റ്റ് പറയുന്നത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 2-3 കാൽക്കുലേഷനുകൾ ഞാനിവിടെ എഴുതുവാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഈ കാൽക്കുലേഷനിൽ ഞാൻ എഴുതുന്നത് 7 × 10. നിങ്ങൾ പറഞ്ഞേ, ഇതിൻ്റെ എൻഡിൽ എത്ര സീറോ കാണും? ഒരു സീറോ കാണും. 70 ആണ് ഉത്തരം. റിസൾട്ടിൽ ഒരു സീറോ ഉണ്ട്. ഈ 7നെ ഞാൻ 2 10കൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7 × 10 × 10 ദാറ്റ് ഈസ് 210. അപ്പോൾ എത്ര കിട്ടുക മക്കളെ? 700. എൻഡിൽ എത്ര സീറോ ഉണ്ടടാ? 2 സീറോ ഉണ്ട്. ഞാൻ 7നെ 10 × 10 × 10 3 10കൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എൻഡിൽ 3 സീറോ കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലായ കാര്യം ഇത്രയാണ്: നമ്പർ ഓഫ് 10 ഇൻ ദ കാൽക്കുലേഷൻ, നമ്പർ ഓഫ് 10 in the calculation, number of 10 in the calculation is equal to number of consecutive zeros at the end of the product. End of the product. ശരിയല്ലേടാ മക്കളെ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് 10 ഇൻ ദ കാൽക്കുലേഷൻ, കാൽക്കുലേഷനിൽ നിങ്ങൾ എത്ര 10കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും എണ്ണം സീറോ എന്ത് കാണും? റിസൾട്ടിൻ്റെ എൻഡിൽ കാണും. അതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട വളരെ വളരെ ചെറിയ കോൺസെപ്റ്റ് അല്ലേ മക്കളെ? ഈ 10 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്നും എഴുതാം. അപ്പോൾ എത്ര 10കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് നോക്കിയാലും മതി? 2 × 5, 2ൻ്റെയും 5ൻ്റെയും എത്ര ജോഡികൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലും മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ ഈ എഴുതിയ സാധനത്തിന് തന്നെ 7 × 10നെ 7 × 2 × 5 എന്ന് എഴുതാം. നോക്കി നോക്ക്. എങ്കിലും 70 അല്ലേ? ഇവിടെ 2 × 5 എത്ര ജോഡിയാണുള്ള? ഒരു ജോഡിയാണുള്ളത്. അത് 10നെ ഞാൻ എഴുതുന്നതാണ്. അതായത് ഇപ്പോൾ ചില കാൽക്കുലേഷനിൽ അവർ ഡയറക്റ്റ് ആയിട്ട് 10 തരാതെ 2ൻ്റെയും 5ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഒരു 2ഉം ഒരു 5ഉം ചേർന്നാൽ എത്ര കിട്ടും? മൾട്ടിപ്പിൾ ചെയ്താൽ 10 കിട്ടും. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും ഒരു പെയർ ഉണ്ടെങ്കിൽ ഒരു 10 കിട്ടുക. ഇനി നിങ്ങൾ ഈ താഴത്തെ കേസ് നോക്കി നോക്ക്. 7 × 2 × 5 × 2 × 5. ഇവിടെ നിങ്ങൾ നോക്ക്, 2ൻ്റെയും 5ൻ്റെയും എത്ര ജോഡികളാണ് ഉള്ളത്? 2 ജോഡികൾ. അപ്പോൾ റിസൾട്ടിൽ 2 സീറോ കിട്ടി എൻഡിൽ. ശരിയല്ലേ? ഇപ്പം നിങ്ങളിത് അടുത്തടുത്ത് പറഞ്ഞൊന്നുമില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഇപ്പോൾ 7 × 2 × 2 × 5 × 5 ഇങ്ങനെ എഴുതിയാലും ശരിയല്ലേ? 2ൻ്റെ 5ൻ്റെ ഒരു ജോഡിയുണ്ട്, 2ൻ്റെ 5ൻ്റെ മറ്റൊരു ജോഡിയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 700. അപ്പോൾ നമ്പർ ഓഫ് 10 നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നോക്കാം? നമ്പർ ഓഫ് 2ൻ്റെയും 5ൻ്റെയും എത്ര പെയറുകളുണ്ടെന്ന്, എത്ര ജോഡികളുണ്ടെന്ന് നോക്കണം. ഓക്കെ, ഇതപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് 10 അല്ലെങ്കിൽ 2ൻ്റെയും 5ൻ്റെയും എത്ര ജോഡികളുണ്ടെന്നോ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതാണ് കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇത് വളരെ 5ാം ക്ലാസ്സുകാരന് വരെ എന്ത് ചെയ്യാവുന്ന കാര്യമാണെടാ, അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കി നോക്കടാ. ഇവിടെ നോക്ക്, 1/2, 2/4, 3/6, 4/8 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്. പവറുകൾ എന്ന് പറയുന്നത് തുടർച്ചയായ നാച്ചുറൽ നമ്പറിൻ്റെ എന്താണ്? ഇരട്ടിയാണ് വരുന്നത്. ഇപ്പോൾ 1ൻ്റെ പവർ 1ൻ്റെ ഇരട്ടിയാണ്, 2ൻ്റെ പവർ 2ൻ്റെ ഇരട്ടിയാണ്, 3ൻ്റെ പവർ 3ൻ്റെ ഇരട്ടി. അപ്പോൾ തീർച്ചയായിട്ടും 4ൻ്റെ പവർ 4ൻ്റെ ഇരട്ടി, 4/8 ആയിരിക്കും. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 5/10 ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? 6/12. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏതുവരെ പോകുന്നുണ്ട്? 25/50 വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാൽക്കുലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എഴുതുമ്പോൾ എത്ര 10കൾ വരാം, എത്ര 5കൾ വരാം,
എന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എത്ര 2ൻ്റെയും 5ൻ്റെയും എത്ര ജോഡികൾ വരാമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഒരിക്കൽ കൂടി പറയുന്നു, ഡയറക്റ്റ് നമുക്ക് 10കൾ കണ്ടുപിടിക്കണമെന്നില്ല, 2ൻ്റെയും 5ൻ്റെയും ജോഡികൾ കണ്ടുപിടിച്ചാലും മതി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്തുനിന്ന് ഒരു കാര്യം നിങ്ങൾ മുൻപേ അറിയേണ്ടതാണ്. ഒന്ന്, a ഇൻറ്റു എം റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എൻ, a റൈസ് ടു എൻ ഇൻറ്റു എം റൈസ് ടു എൻ, ഇതൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ a റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ a റൈസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. ഓക്കെ, വളരെ വലിയ കാര്യമൊന്നുമില്ലടാ. ഇപ്പോൾ ഇവിടെ ഞാൻ 2 റൈസ് ടു 3 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക 2 റൈസ് ടു 12 ഇൻറ്റു 3 റൈസ് ടു 12 ഈക്വലാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 റൈസ് ടു 3 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 3 ഇൻറ്റു 4 എന്നാണ്, 2 റൈസ് ടു 12. ഇത് ഞാനൊരു എക്സാമ്പിളിട്ട് എഴുതി ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 തന്നെ ആവണമെന്നോ 3 തന്നെ ആവണമെന്നോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഉപയോഗിച്ച് ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റുകൾ നമ്മൾ ഈ ചോദ്യത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നേ ഉള്ളൂ, ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കടാ, നമുക്ക് ഈ തന്നിരിക്കുന്ന കാൽക്കുലേഷനിൽ എത്ര 2ൻ്റെയും 5ൻ്റെയും ജോഡികളുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ടെണ്ണുകളുണ്ടെന്നോ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ, നമുക്ക് നോക്കാം. ഇത് ഇവിടെ എത്ര എണ്ണം ഉണ്ട്, ഒരു 2 റൈസ് ടു 4 ഉണ്ട്. അപ്പോൾ 4 2കളുണ്ട്. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്നാണ്. അപ്പോൾ 4 2കളുണ്ട്. അടുത്ത് നിങ്ങൾക്ക് 3 2കൾ എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ 4 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 4നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാടാ, 4 എന്ന് പറയുന്നത് എന്താണ്, 2ൻ്റെ സ്ക്വയർ ആണ്, ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് 4 റൈസ് ടു 8നെ എങ്ങനെ എഴുതാം, 2ൻ്റെ സ്ക്വയർ റൈസ് ടു എത്രയെന്ന് എഴുതാം, 4 എന്ന് എഴുതാം, ശരിയല്ലേ? ആണോ അല്ലയോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് അലച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4നെ എന്ത് എഴുതുക, 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അതെല്ലാവർക്കും അറിയാം, റൈസ് ടു 8 എന്നാണ്. അപ്പോൾ അതെന്ത് കിട്ടും, 2 റൈസ് ടു 8 ഇൻറ്റു 2 റൈസ് ടു 8. അപ്പോൾ എത്ര കിട്ടി, a റൈസ് ടു എം ഇൻറ്റു a റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും 2 റൈസ് ടു എത്ര കിട്ടും മക്കളെ, 2 റൈസ് ടു 60. അപ്പോൾ ഇവിടെ 2 റൈസ് ടു 4 ഇത് 2 റൈസ് ടു 16 ഇങ്ങനെ 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 ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 4ൻ്റെ മൾട്ടിപ്പിളിൽ നിന്ന് കുറേ 2 എടുക്കാൻ പറ്റും, അടുത്ത 6ൻ്റെ മൾട്ടിപ്പിളിൽ നിന്ന് അതുപോലെ കുറേ 2 എടുക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ കുറേ 2കൾ ഉറപ്പായിട്ട് പോകും, ശരിയല്ലേ? ഇതുപോലെ 2ൻ്റെ പവറുകളായിട്ട് കുറേ കിട്ടും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ 2 4 6 8 10 12 14 അങ്ങനെ 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 24 റൈസ് ടു ഏതുവരെ ചെയ്യണം, 24 റൈസ് ടു 48 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 24നെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 12 എന്ന് എഴുതാം. അതുപോലെ തന്നെ 12നെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 6 എന്ന് എഴുതാം. 6നെ പിന്നെ എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. റൈസ് ടു 48 നോക്കി നോക്ക്, 2 റൈസ് ടു 48 ഇൻറ്റു 2 റൈസ് ടു 48 ഇൻറ്റു 2 റൈസ് ടു 48 ഇൻറ്റു 3 റൈസ് ടു 48. ഇപ്പം തന്നെ ഈ ലാസ്റ്റത്തെ 24ൽ തന്നെ ഏകദേശം ഇതിൻ്റെ എത്ര 2കളുണ്ടെന്ന് നോക്കിയാൽ 2 റൈസ് ടു 48 പ്ലസ് 48 പ്ലസ് 48. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് a റൈസ് ടു എം ഇൻറ്റു a റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു a റൈസ് ടു എം പ്ലസ് എൻ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം എത്ര എണ്ണമായി, 2 റൈസ് ടു 18 സോറി 8 8 16 24 120 144. അപ്പോൾ അങ്ങനെ ഒരുപാട് പോകും. ഇപ്പോൾ അടുത്തത് എത്രയാണ്, ഇവിടെ 2 റൈസ് ടു നിങ്ങളിപ്പോൾ ചെയ്ത് 24 റൈസ് ടു 48 ആണ്. അടുത്ത് 22 റൈസ് ടു എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 44 ഇതുപോലെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 2ൻ്റെ എണ്ണം ഒരുപാടെണ്ണം ഉണ്ട്, ശരിയല്ലേ? 2കളുടെ എണ്ണം ഒരുപാട് ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ ഞാനൊരു പറയുന്നത്, ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും UPSC എക്സാമിനകത്ത് ഒരല്പം ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ 1 മുതൽ 25 വരെ എഴുതുമ്പോൾ 2ൻ്റെ മൾട്ടിപ്പിളുകൾ ഒത്തിരി വരുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെ എല്ലാം നിങ്ങൾ 2ൻ്റെ എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് 2ൻ്റെയും 5ൻ്റെയും അല്ലേ കണ്ടുപിടിക്കേണ്ടേ, നിങ്ങൾ 5ൻ്റെ നോക്കി നോക്കുക. 5ൻ്റെ എണ്ണം കുറവാണ്. കാര്യം എത്ര, 5ൻ്റെ മൾട്ടിപ്പിളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് 5 റൈസ് ടു 10 വരും, പിന്നെ ഇവിടെ ഒരു 10 റൈസ് ടു 10 വരും, പിന്നെ ഇവിടെ ഒരു മക്കളെ 15 റൈസ് ടു 10 റൈസ് ടു 20 അല്ലേ വരിക. അടുത്ത് 15 റൈസ് ടു എത്ര വരും, 30 വരും. 20 റൈസ് ടു എത്ര വരും, 40 വരും. അടുത്ത എത്ര വരും, 25 റൈസ് ടു 50 വരും. എത്ര വരും? അപ്പോൾ നിങ്ങൾ 5കളുടെ എണ്ണം എന്ത് ചെയ്ത്, ഉറപ്പായിട്ടും നമ്പർ ഓഫ് 2s എന്ന് പറയുന്നത് നമ്പർ ഓഫ് 5നേക്കാൾ എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. കാര്യം നിങ്ങൾ നോക്കി നോക്കുക, ചെയ്ത് നോക്കി വെക്കുക. അതൊരു ലോജിക്കാണ്. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും 2ൻ്റെ പൊസിഷനിൽ 2 റൈസ് ടു 4ൽ 2കൾ വരും, 4 റൈസ് ടു 8ൽ 2കൾ വരും, 6 റൈസ് ടു 12ൽ 2കൾ വരും,
അടുത്തതുപോലെ 8/16 രണ്ടുകൾ വരും. അപ്പം അങ്ങനെ ഉറപ്പായിട്ടും രണ്ടുകളുടെ മൾട്ടിപ്പിളുകൾ 5ന്റെ മൾട്ടിപ്പിളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായതുകൊണ്ട് ഉറപ്പായിട്ടും, അതായത് 1 മുതൽ 25 വരെ അങ്ങനെ കൂടുതലായതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ടോട്ടൽ രണ്ടുകളുടെയും 5കളുടെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ 5കളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആരായിരിക്കും? രണ്ടുകളായിരിക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എത്ര 5കൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര 5കൾ ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്പർ ഓഫ് 5, ഈ 5 ഇവിടെ എത്രയുണ്ട് മക്കളെ? ഇതാ 5, ഇവിടെ 5/10 ഉണ്ട്. ആദ്യത്തെ കേസിൽ 5/10 ഉണ്ട്. അടുത്ത് ഇവിടെ എത്തിയ 10/20 എന്നല്ലേ, അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്തെന്ന് എഴുതാം? 20 എന്ന് എഴുതാം. ഓക്കെ, സോ നോക്കിയേ, 2/5 എത്ര? 20 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് എത്ര കിട്ടും? ഒരു 2/20 കിട്ടും. ശരിയല്ലേ? 2/20. അടുത്ത് ഇവിടെ നിന്ന് എത്ര കിട്ടും? നിങ്ങൾക്കറിയാം 3 × 5/30 എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് എത്ര കിട്ടും? ഇവിടെ ഒരു 5/30 കിട്ടും. അടുത്ത് 2/20/40 എന്നോ നിങ്ങൾക്കറിയാം 4 × 5 ആണ് 20/40. അപ്പോൾ ഇവിടെ നിന്ന് എത്ര കിട്ടും? 5/40 കിട്ടും. ഇനി 25/5 എന്ന് പറയുന്നത് 5 × 5 ആണ്. അപ്പോൾ 5 × 5/50. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് എത്ര കിട്ടും? 5/5 × എന്നാണ്. അപ്പോൾ 5/50 × 5/50 ആണ്. അപ്പോൾ 5/100 കിട്ടും. 2 പ്രാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ 5 എത്ര കിട്ടൂടാ? 100 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഇനി നമുക്ക് കൂട്ടി വെക്കാം. ഇനി a/m × a/n എന്ന കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്രയുണ്ടടാ? ഇവിടെ നിന്ന് എത്ര കിട്ടി? നിങ്ങൾക്ക് 5/20 ആണ് ആദ്യം കിട്ടിയത്. ഇവിടെ 5/10 ഉണ്ട്. അപ്പം 5/10 എത്ര? 20. അടുത്തെത്ര? 30. അടുത്തെത്ര? 40. അടുത്തെത്ര? 100. സോ എത്ര കിട്ടും? 10ഉം 20ഉം എത്രയാടാ? 30. 30 30 60. 60 40 100. ഈ ഒരു 100 കൂട്ടുമ്പോൾ 5/200. അപ്പോൾ 5നെ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ 5 × 5 × അങ്ങനെ എത്ര തവണ? 200 തവണ എഴുതണം. ഉറപ്പായിട്ട് നിങ്ങൾ 2ന്റെ എണ്ണം നിങ്ങൾ 2-3 എണ്ണം കുറച്ച് ചെയ്താൽ തന്നെ ഉറപ്പായിട്ട് എത്ര എണ്ണത്തിൽ കൂടുതൽ കിട്ടും? 2ന്റെ എണ്ണം 200, 2/200 കൂടുതലായിരിക്കും ഉറപ്പായിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, രണ്ടുകളുടെ എണ്ണം 200 എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ രണ്ടുകളുടെ ഏതെങ്കിലും ഒരാളുടെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പെയർ കിട്ടണ്ടേ. അപ്പോൾ ഏറ്റവും കുറവ് 5 ആണ്. അപ്പോൾ 5/200, 200 5കളെ ഇവിടെ കാൽക്കുലേഷനിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ട് 200 എണ്ണത്തിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2ന്റെയും 5ന്റെയും എത്ര ജോഡികളെ ഉണ്ടാക്കാൻ പറ്റൂ? 200 ജോഡികളെ ഉണ്ടാക്കാനായിട്ട് പറ്റൂ. കാരണം 2ന്റെ എണ്ണം ഒരുപാടുണ്ടെങ്കിലും 5 എത്ര എണ്ണേ ഉള്ളൂ മക്കളെ? 200 എണ്ണമല്ലേ ഉള്ളൂ. 5/200 എന്ന് പറഞ്ഞാൽ 5 200 തവണ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പോൾ 5 200 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറവ് എണ്ണത്തിലേ പെയർ ഉണ്ടാക്കാൻ പറ്റൂ. പിന്നെ ബാക്കിയുള്ള 2 5ന്റെ പെയറാക്കാൻ പറ്റില്ല. 2 സിംഗിളായിട്ട് നിൽക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമുക്കിവിടെ 5ന്റെ എണ്ണം 200 ആണ്, 2ന്റെ എണ്ണം 200ൽ കൂടുതലായിരിക്കും ഉറപ്പായിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 5ന്റെ 2ന്റെ എത്ര ജോഡികളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക? 200 ജോഡികളാണ് ഉണ്ടാവാനുള്ള സാധ്യതയല്ല, ഉറപ്പായിട്ട് 200 ജോഡികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5ന്റെ 2ന്റെ 200 ജോഡികളാണുള്ളതെങ്കിൽ എത്ര 10കൾ കാണും? 200 10കൾ കാണും. 200 10കൾ ഉണ്ടെങ്കിൽ എൻഡിൽ എത്ര 0 കാണും? 200 0 കാണും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ മക്കളെ, ഞാൻ എന്തുകൊണ്ടാണ് 5ന്റെ അടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ 2ന്റെ എണ്ണത്തേക്കാൾ കുറവാണ് 5ന്റെ എണ്ണം. എളുപ്പമാണ്, മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. അതാണ് ഞാൻ അങ്ങനെ ഈസി ആയിട്ട് ചെയ്തത്. നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. 5/10 വരും. അതുപോലെ തന്നെ എത്ര വരും? 10/20 വരും. 15/30 വരും. 20/40 വരും. 25 എത്ര വരും? 50 വരും. ഇതിനെ നിങ്ങൾ നോക്കി നോക്കുക. ഇതിനകത്ത് നമുക്ക് 5/10 വരും. ഈ 10 എന്ന് പറയുമ്പോൾ 2 × 5/20 എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര കിട്ടും നിങ്ങൾക്ക്? 5/20 കിട്ടും. ഇവിടെ നിന്ന് 5/10 കിട്ടി. അങ്ങനെ അതേപോലെ നിങ്ങൾ എഴുതി നോക്കിയാൽ ഇവിടെ നിന്ന് എത്ര കിട്ടും? 5/30 കിട്ടും. ഇവിടെ നിന്ന് എത്ര കിട്ടും? 5/40 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 5/100 കിട്ടും. കാരണം ഇവിടെ 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. അപ്പോൾ രണ്ടിടത്തും 50 എണ്ണം വീതം കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ടോട്ടൽ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 5/, എത്ര കിട്ടും? 200. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുകടാ? 200 പൂജ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുറച്ച് ലെങ്തി ആയിട്ടാണ് പറഞ്ഞത്. കാര്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റ് എടുത്ത് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണടാ,
222 പ്ലസ് 333 ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. അപ്പോൾ താഴെ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു രീതി ആദ്യം അപ്രോച്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, പല രീതിയിൽ ചെയ്യാം കേട്ടോ, പല രീതിയിൽ. അപ്പം ഞാനിതൊരു ഏറ്റവും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക്. 222/333 പ്ലസ് 333/222. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 222നെയും 333നെയും ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഈ 222നെ ഫാക്ടറൈസ് ചെയ്യുക, 333നെ ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ, ഫാക്ടറുകളിൽ 2 ഉണ്ടെങ്കിൽ, ഇപ്പോൾ 222ൻ്റെ ഫാക്ടറായിട്ട് 2 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് 222നെ എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട്. ഈ 222ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതിനെയും 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 222ൻ്റെ ഫാക്ടർ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് 3 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 37 ഉണ്ടെങ്കിൽ ഇവിടെ 2, 3, 37 മാത്രമേ പറയുന്നുള്ളൂ. 37 ഫാക്ടറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 222 എത്രയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 37 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടുത്തെ ചോദ്യം ഈ പോർഷനെ മാത്രം ഡിവൈഡ് ചെയ്താൽ പോരാ, ഇപ്പുറത്തെ 333 അല്ലെങ്കിൽ 333നെ എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഇപ്പോൾ 222നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ 333നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലെങ്കിൽ നമുക്ക് ഈ റിസൾട്ടിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചോദ്യം ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യുന്ന ആളല്ല, ഈ 2 പോർഷനെ എന്ത് ചെയ്യാൻ പറ്റണം, എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്ത് ചെയ്യാൻ, നിങ്ങൾ ഫാക്ടർ കണ്ടുപിടിക്കുക. സോ അതിന് നിങ്ങൾ ഫാക്ടറൈസേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. UPSC എക്സാമിന് CSAT അപ്രോച്ച് ചെയ്യാൻ പോകുന്നവർ ഉറപ്പായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് ചെയ്യണം, പഠിക്കണം. ഫാക്ടറുകൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. സോ ഞാനിവിടെ ചെയ്യാം എങ്ങനെയാണ് ഫാക്ടർ ചെയ്യുന്നത് നോക്കിക്കോ. ഞാൻ ആദ്യം എഴുതുന്നത് 222ൻ്റെ ഫാക്ടറുകളാണ്. നോക്കിക്കോ, ഫാക്ടർ ഇങ്ങനെ എഴുതുക. ഏറ്റവും ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ, 2 ഒരു പ്രൈം നമ്പറാണ്, ഞാൻ 2 എഴുതുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു. പ്രൈം നമ്പറൊക്കെ എന്താണെന്ന് അറിയായിരിക്കും, നോക്കിക്കൊള്ളുക. നമ്മളത് കോൺസെപ്റ്റ് എടുക്കുമ്പോൾ അതൊക്കെ പറയും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ, 111 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 2 ഒരു ഫാക്ടറാണ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, ഇപ്പോൾ 222ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് 222നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എന്ത് കിട്ടും, ദാറ്റ് ഈസ് റിമൈൻഡർ എന്ത് കിട്ടും, 0 കിട്ടും. റിസൾട്ട് 111 ആണ്, പക്ഷേ റിമൈൻഡർ 0 ആണ്. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കി നോക്ക്, ഈ 111നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരു ഈവൻ നമ്പർ അല്ല. പക്ഷേ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സ് ഉണ്ട്. പലതല്ല, വളരെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു നമ്പറിൻ്റെ എല്ലാ ഇൻറ്റീജറുകളും കൂട്ടി വയ്ക്കും. ഇപ്പോൾ 123 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 + 2 + 3 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, ഇവിടെ 6 കിട്ടും. ഈ 6 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ, എങ്കിൽ 123 എന്ത് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും. ഇവിടെ 111 തന്നിരിക്കുന്നത്. 111 എന്ന് പറയുമ്പോൾ 1 + 1 നിങ്ങൾക്ക് കിട്ടുന്നത് 3 ആണ്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഉറപ്പായിട്ടും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ നോക്കുക, 3 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 111 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക, എത്രയുടെ കിട്ടുക, 111 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക, 37 കിട്ടും. 37 കിട്ടുക. ശരിയല്ലേ? 37 × 3 111 കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്? ഇപ്പം നമ്മളെ ചോദ്യത്തിലായി കഴിഞ്ഞു, 2, 3, 37 മാത്രമേ ഒരു ചോദ്യത്തിൽ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി വേറെ കാര്യത്തിൽ നോക്കിപ്പോണ്ട, 37 പ്രൈം നമ്പറാണ്. സോ എന്താണെങ്കിലും നമ്മൾ നോക്കണ്ട, നമ്മൾ ഓപ്ഷനിൽ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ 222നെ നമുക്ക് എന്തൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും എന്തുകൊണ്ടും പറ്റും, 37 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 222ൻ്റെ ഒരു ഫാക്ടറാണ് മക്കളെ. ഈ ഇവിടെ വരുന്നതൊക്കെ, ഈ സൈഡിൽ വരുന്നതൊക്കെ പ്രൈം ഫാക്ടറുകളാണ്, ഇവിടെ വരുന്നതൊക്കെ പ്രൈം ഫാക്ടറുകളാണ്. ഓക്കെ അല്ലേ? സോ ഈ പറയുന്ന 111 37 ഒക്കെയും 222ൻ്റെ ഫാക്ടറാണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, കിട്ടും. ഓക്കെ, സോ അത് ഫാക്ടറൈസേഷൻ പഠിക്കണം, എങ്കിലും ഇത് മനസ്സിലാവത്തുള്ളൂ. അത് വളരെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ നോക്കുക, അടുത്ത് 333 നോക്കുക. 333നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. എന്തായാലും 2 കൊണ്ട് ഫാക്ടർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 3 എടുക്കുന്നു, ഞാൻ 3 എടുക്കുന്നു. 3ന് എന്താവും, ഉറപ്പായിട്ടും 111 ആയിരിക്കും. 111 പിന്നെ ഞാൻ എടുക്കുന്നു, 3 എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും, എനിക്ക് 37 കിട്ടും.
ഓക്കെ അല്ലേടാ? അപ്പോൾ ഉറപ്പായിട്ടും 333 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഫാക്ടറൈസേഷനിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇത്രയും ഓപ്ഷനേ ഉള്ളൂ, 2, 3, 7, 37 ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് നോക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് വേറെ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് ആൻസറെ നോക്കാം. നോക്കടാ, 2ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. ഉറപ്പായിട്ട് പറ്റത്തില്ല, 2 കൊണ്ട് പറ്റത്തില്ല, 2 കൊണ്ട് പറ്റത്തില്ല, 2 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉത്തരം. 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് എനിക്ക് 222 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് എനിക്ക് 333 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത് 37 കൊണ്ട് എനിക്ക് 222 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 37 കൊണ്ട് എനിക്ക് 333 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? പക്ഷേ 2 കൊണ്ട് എനിക്ക് ഇനി റിസൾട്ടിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, ഞാനിവിടെ പറഞ്ഞുതരാം. 122/333 പ്ലസ് 333/222. ഇതിനെ നിങ്ങൾക്ക് 2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം, ഈ പോർഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ഈ പോർഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 2 കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, 222 ഡിവൈഡ് ചെയ്യാം. പക്ഷേ 333 എന്ത് ചെയ്യാൻ പറ്റൂല, ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ 2 കൊണ്ട് ഞാൻ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ അല്ലേടാ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2ന് പകരം നിങ്ങൾ 3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർഷനെ ഡിവൈഡ് ചെയ്യാം, ഈ പോർഷനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 പോർഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇതിൻ്റെ റിസൾട്ടിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ 37 കൊണ്ട് നിങ്ങൾക്ക് ഈ പോർഷനെ ഡിവൈഡ് ചെയ്യാം, ഈ പോർഷനെ ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് റിസൾട്ടിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 37 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് തവണ UPSC എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ കോൺസെപ്റ്റുകൾ പഠിക്കുക, ഈസിയാണ്. ഓക്കെ അല്ലേ? ശരി. ഇനി ഇതിന് വേറെ അപ്രോച്ചും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പല രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ട്. അതിനെ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന അപ്രോച്ചും ഡിവിസിബിലിറ്റി ഒരുമിച്ച് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എല്ലാ സമയത്തും എല്ലായിടത്തും നമ്മളത് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്, ഈ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ആ ഡിവിസിബിലിറ്റി റൂളും യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ നോക്കി നോക്കുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2ൻ്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ റിസൾട്ടിനെ 2 കൊണ്ട് 3 കൊണ്ട് 37 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഒന്നോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ റിസൾട്ടിൻ്റെ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ച് നോക്കുക. 2/222/333 എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഏത് ഡിജിറ്റ് നമ്പറിനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഫൈനൽ ഡിജിറ്റ് എടുക്കുക, യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. 333 ഇവിടെ കിടക്കുന്നത്. ഈ 333 എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നതിനൊക്കെ കുറച്ചധികം മെത്തേഡുകളുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. നിങ്ങൾ റിമൈൻഡറാണ് എടുക്കേണ്ടത്. ഓക്കെ, റിമൈൻഡർ എടുത്ത് നോക്കുക. സോ 333 നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക, ചെയ്ത് നോക്കണം. 333 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ലടാ, ഒരു പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു റിമൈൻഡർ ഉറപ്പായിട്ട് കിട്ടും. എത്ര റിമൈൻഡർ കിട്ടുക, 1 ആണ് നിങ്ങൾക്ക് റിമൈൻഡർ. റിസൾട്ട് എത്ര ആയിക്കോട്ടെ, റിസൾട്ട് അല്ല നമുക്കിവിടെ ആവശ്യം, റിമൈൻഡർ ആണ്. റിമൈൻഡർ 1 ആണ് കിട്ടുക. സോ മറക്കരുത്. അപ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ നിങ്ങൾ നോക്കണം, 2/1 കൊടുക്കുക. 2/1 ആണ്. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും, 2 ആയിരിക്കും. റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പായിട്ട് അറിയാം. 2ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന വെച്ചിട്ട് നിങ്ങൾക്കറിയാം, ഈ 222/333 നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പൊസിഷനിൽ വരുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. നമുക്കിനി അടുത്ത കണ്ടീഷൻ നോക്കി നോക്കാം. എന്താണ്, ഈ കേസിന് എന്ത് ചെയ്യാൻ പറ്റുമോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, 222 എത്രയാ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതേപോലെയാണ് 3/222 ആണ്, 3/222 കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ 222 എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 222 എന്ത് ചെയ്താൽ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര റിമൈൻഡറാണ് കിട്ടുക, നിങ്ങൾക്ക് 2 ആണ് റിമൈൻഡർ കിട്ടുക. ചെയ്ത് നോക്കണേ, സമയമില്ല. 222 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് അല്ല നമുക്ക് ആവശ്യം, റിമൈൻഡർ എത്രയാണ് കിട്ടുക, 2 ആണ് കിട്ടുക.
2. അപ്പോൾ 3 ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് റൈസ് ടു എന്ത് ചെയ്യുക 2 ചെയ്യുക. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. 9 എന്ന് പറയുമ്പോൾ ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഒരിക്കലും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ, ഈ പോർഷൻ, ഈ നമ്പറിൻ്റെ ഈ പോർഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഓപ്ഷൻ സെക്കൻഡിൽ മാത്രമാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഓപ്ഷൻ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഏത് കിട്ടും, ബി കിട്ടും. നിങ്ങളിതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഈ ഇക്വേഷനുകളോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നമോ യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഡിവിസിബിലിറ്റി റൂളോ ഒന്നും എന്ത് ചെയ്യേണ്ട, ആലോചിക്കാതെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഇവിടെ നോക്കിക്കൂടാ, വാട്ട് ഈസ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രെസീഡിങ് ദ സീറോസ് ഇൻ ദ വാല്യൂ ഓഫ് 30/30. അതായത് 30/30 നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, സീറോയ്ക്ക് മുൻപ് വരുന്ന ഏറ്റവും റൈറ്റിൽ വരുന്ന ഡിജിറ്റ് ഏതെന്നാണ് ചോദ്യം. നിങ്ങളിവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? ഈ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ഒരു 60% ആൻസറിലോട്ട് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കി കേൾക്കുക, വ്യക്തമായി മനസ്സിലാക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ചെയ്താലേ ആൻസർ കിട്ടൂ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് കിട്ടും എന്നൊരു തീരുമാനത്തിൽ പോകരുത്. നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടൂല എന്ന് തോന്നിയാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്, 30/30 ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിലെ എൻഡിൽ കുറേ സീറോസ് ഉണ്ടാവുമെന്ന് പറയുന്നു. ആ സീറോസിന് മുൻപുള്ള റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്, നോൺ സീറോ ഡിജിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. സീറോയ്ക്ക് മുൻപുള്ള ഡിജിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ 30/30 എനിക്ക് എങ്ങനെ എഴുതാം, 3 × 10⁻30 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെയാ, അല്ലെങ്കിൽ AM⁻n എന്ന് പറഞ്ഞാൽ A⁻n × M⁻n എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 30നെ 3 × 10 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം, 3 × 10⁻30. അപ്പോൾ 3⁻30 × 10⁻30. അപ്പോൾ 10⁻30 ഉണ്ടെങ്കിൽ എൻഡിൽ ഒരു 30 സീറോസ് കാണും. അതല്ല നമ്മൾ ഇവിടുത്തെ ചോദ്യം. അങ്ങനെയായിരുന്നെങ്കിൽ ആൻസർ ആയി കഴിഞ്ഞു, എത്ര സീറോസ് ഉണ്ടെന്ന്. അങ്ങനെയല്ല ചോദ്യം. ഈ 30 സീറോയ്ക്ക് തൊട്ട് മുൻപ് വരുന്ന നോൺ സീറോ ഡിജിറ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കണം, 3/30 എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ പഠിക്കേണ്ടത്. 3/30 ഇവിടെ നിങ്ങൾ ഏതാ കോൺസെപ്റ്റാണ് പഠിക്കേണ്ടത്, യൂണിറ്റ് ഡിജിറ്റ് എന്ന കോൺസെപ്റ്റ്. യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റൂ, പഠിച്ചാലേ ഈ ചോദ്യം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ എന്ത് ചെയ്യുവാണ്. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് 3/30 ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇതിൻ്റെ റിസൾട്ട് ഇട്ടാൻ ബാക്കിയെല്ലാം 0 അപ്പോൾ ആ പൂജ്യങ്ങൾക്ക് തൊട്ട് മുന്നേ വരുന്നത് എന്തായിരിക്കും, 3/30 യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും. നോക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു, 30നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു മക്കളെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം റിമൈൻഡർ, നമുക്ക് റിമൈൻഡർ മാത്രം മതി. നിങ്ങൾ ചെയ്ത് നോക്കാനാണ് ഞാനത് ഡിവൈഡ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. റിമൈൻഡർ നിങ്ങൾക്കറിയാം 2 കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, 3/2 കൊടുക്കുക. അതായത് ഈ 3/2 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 9 ആണ് കിട്ടുക. ഈ 9 ആയിരിക്കും റിസൾട്ടിൻ്റെ, അതായത് 3/30 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നമ്പർ കിട്ടും. അതിൻ്റെ എൻഡിൽ കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് മക്കളെ, 9 ആണ് ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ സീറോസിന് തൊട്ട് മുൻപ് വരുന്ന നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 9 ആണ്. ഈ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ കുറേ ടെക്നിക്സ്, മെത്തേഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് ആണ് നോർമലി നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് കോൺസെപ്റ്റുവൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് പഠിപ്പിക്കാം. ക്ലിയർ അല്ലേ? സോ അത് പഠിച്ചാൽ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. സോ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ ഈസ് 9. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ചോദ്യം ഇതാണ്, 421 and 421 and 427 when divided by the same number leave the same remainder. How many numbers can be used as the divisor in order to get the same remainder? 1. Okay, so ഇവിടെ പറയുന്നത് എത്രേ ഉള്ളൂ,
421 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് എന്ന് ഞാൻ എടുക്കുന്നു. റിമൈൻഡർ എത്ര കിട്ടുക? റിസൾട്ട് അല്ലേ ഇവിടുത്തെ കോൺസെപ്റ്റ്. റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അതേപോലെ 427നെയും ഞാൻ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? അവിടെ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 420നെ ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടത്തില്ല? റിമൈൻഡർ കിട്ടത്തില്ല. ശരിയല്ലേ? അതേപോലെ 426നെയും ഞാൻ എന്ത് ചെയ്താൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടത്തില്ല? റിമൈൻഡർ കിട്ടത്തില്ല. ശരിയല്ലേ? 421നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുക. 427നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡറും 1 കിട്ടുക. അതിൻ്റെ അർത്ഥം ഇവരെക്കാൾ 1 കുറവായ നമ്പറിനെ ഈ പറയുന്ന എക്സ് കൊണ്ട് എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും? റിസൾട്ട് അല്ല, റിമൈൻഡർ എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഈ എക്സ് എന്ന് പറയുന്നത് 420ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ ആരുടെയും ഫാക്ടർ ആയിരിക്കണം? 426ൻ്റെയും ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ 420ൻ്റെയും 426ൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടറുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അതിന് കാരണം 420നെ റിമൈൻഡർ 0 വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുന്ന കുറേ നമ്പറുകൾ ചിലപ്പോൾ ഉണ്ടാവാം. 426നെയും ഡിവൈഡ് ചെയ്യുന്ന കുറേ നമ്പറുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ചോദ്യം 420നെയും 426നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യുന്ന ആളുകളാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 426ൻ്റെയും ഫാക്ടറുകൾ കണ്ടുപിടിക്കണം, 426ൻ്റെയും ഫാക്ടറുകൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഫാക്ടറുകളിൽ കോമൺ ആയിട്ടുള്ള ആളുകളുണ്ടോ അവരാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ അവരുടെ എണ്ണമാണ് ചോദ്യം. സോ ശ്രദ്ധിച്ചോളുക. നമുക്ക് ആദ്യം 420ൻ്റെ ഫാക്ടറുകൾ കണ്ടുപിടിക്കാം. 420ൻ്റെ ഫാക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 420നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 210 കിട്ടും. 210നെ പിന്നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 105 കിട്ടും. 105നെ പിന്നെ 2 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ 3 എടുക്കുന്നു. 3 പറ്റും. 1 + 0 + 5 6 ആണ്. 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. പറ്റും. എത്ര കിട്ടുക? 105 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 35 കിട്ടുക. 35നെ പിന്നെ എനിക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. സോ പ്രൈം ഫാക്ടറൈസേഷൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ 420ൻ്റെ ഫാക്ടറുകളാണ് 2 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 2 × 2 ഒരു ഫാക്ടർ ആയിരിക്കും, 2 × 3 ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? 426ൻ്റെ ഫാക്ടറുകളൊന്നും ചെയ്യാം. 420ൻ്റെ ഫാക്ടർ ഇതുപോലെ 2 ചെയ്യാം. 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 213 കിട്ടുക. 213നെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഫാക്ടർ ചെയ്യാം. 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 21 2 + 1 + 3 2 + 1 + 3 6 അപ്പോൾ 3ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടെ? 71 ഒരു പ്രൈം നമ്പറാണ്. 71 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് വേറെ ഫാക്ടറുകളൊന്നുമില്ല. ഒന്നും ആ 71 മാത്രമേ ഫാക്ടറുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെറുതാക്കാനായിട്ട് പറ്റത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ പ്രൈം നമ്പറുകൾ കണ്ടുപിടിക്കാൻ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പറുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി നിങ്ങൾ ആലോചിക്കുക. 6ൻ്റെ മൾട്ടിപ്പിളുകൾ, അതായത് 6, 12, 18 അങ്ങനെ പോകുന്നുണ്ടല്ലോ. 6ൻ്റെ മൾട്ടിപ്പിളുകളുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള ആളുകൾ. ഇപ്പോൾ 6ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് 5, റൈറ്റ് സൈഡിലുള്ളത് 7, 12ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് 11, റൈറ്റ് സൈഡിലുള്ളത് 13. ഇങ്ങനെയുള്ള എല്ലാ ആളുകളും പ്രൈം നമ്പർ ആയിരിക്കും. എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. എക്സെപ്ഷൻസ് ഓർമ്മിക്കുക. നോർമലി റൂൾ ഇതാണ് കേട്ടോ. ഒരു 1 to 100 ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 6ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുള്ള നമ്പറുകളൊക്കെ എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്പിളുകൾ വരാം. ഇപ്പോൾ 36 ഒരു 6ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം നമ്മൾ നോർമൽ പറയുന്നതനുസരിച്ച് 35ഉം 37 ആണ്. ഇതിൽ 37 പ്രൈം ആണെന്നാൽ 35 പ്രൈം അല്ല. അതായത് ഇതുപോലെ 6ൻ്റെ മൾട്ടിപ്പിളിൻ്റെ അപ്പുറം ഇപ്പുറം എടുക്കുമ്പോൾ 5ൻ്റെ മൾട്ടിപ്പിളുകൾ വരുന്നെങ്കിൽ അവർ ഒഴിവാക്കണം, അവർ പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. പിന്നെ 91ഉം ഒഴിവാക്കുക. 91 1 to 100ൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണ സമയത്ത് നിങ്ങൾ ഏതൊക്കെ ഒഴിവാക്കണം? 91ഉം ഒരു പ്രൈം നമ്പർ അല്ല. അതുപോലെ ഈ 5ൻ്റെ മൾട്ടിപ്പിളുകളും എന്തല്ല? പ്രൈം നമ്പറുകളല്ല. അതായത് 6ൻ്റെ അപ്പുറം ഇപ്പുറം വരുന്ന കേസുകളിൽ. ക്ലിയർ അല്ലേടാ? ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് 71 പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലായത്. പിന്നെ വേറെ ഫാക്ടറുകളില്ല എന്ന് മനസ്സിലായത്. എങ്ങനെയാണ്? 71 6ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 72. അപ്പോൾ 72ൻ്റെ തൊട്ട് പിറകുള്ള നമ്പറാണ് 71. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആലോചിച്ച് സമയം കളയും. ഇനിയും ഫാക്ടറുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യും? ആലോചിച്ചുകൊണ്ടേ നമ്മളിരിക്കും. സോ
1 മുതൽ 100 വരെ 25 പ്രൈം നമ്പറുകളാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ റൂൾ വെച്ച് എഴുതി നോക്കുക. 5ൻ്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കുക, 91 ഒഴിവാക്കുക, ബാക്കിയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 6ന് ശേഷമുള്ള കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. 6ൻ്റെ മൾട്ടിപ്പിളുകളുടെ തൊട്ടാണ് പറയുന്നത്. സോ നോക്കിക്കോ, ഇപ്പോൾ എത്ര ഫാക്ടർ കിട്ടി മക്കളെ? 2 ഫാക്ടറാണ്, ഇവിടെ 2 ഫാക്ടറാണ്. അപ്പോൾ ഞാൻ 420നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 421നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആലോചിച്ച് റിമൈൻഡർ എത്ര കിട്ടും മക്കളെ? 1 കിട്ടും. 427നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ രണ്ടൊരു ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ്. അതുപോലെ 3 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേക്കുക, 71 ആരുടെ ഒരു ഫാക്ടർ അല്ല? 420ൻ്റെ ഒരു ഫാക്ടർ അല്ല. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ നോക്കണം. 213 420ൻ്റെ ഫാക്ടറാണ്, പക്ഷേ ആരുടെ ഫാക്ടർ അല്ല? 420ൻ്റെ ഫാക്ടർ അല്ല. പിന്നെ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈസിയാണ് കേട്ടോ. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നതെല്ലാം പ്രൈം ഫാക്ടറുകളാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാത്ത ഫാക്ടറുകൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ 420ൻ്റെ ഒരു ഫാക്ടറാണ് മക്കളെ 4, കാരണം ഈ 2 × 2 എന്ന് പറയുന്നത് ഈ 420ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ ഈ 2 × 3 എന്ന് പറയുന്നത് 420ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതേപോലെ ഈ 2 × 3 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടറുമാണ്? 426ൻ്റെ ഒരു ഫാക്ടറുമാണ്. അപ്പോൾ 2 ഒരു കോമൺ ഫാക്ടറാണ്, 3 ഒരു കോമൺ ഫാക്ടറാണ്. അതുപോലെ എന്താ നിങ്ങൾ എന്ത് ചെയ്യടാ, 2 × 3 6 ഒരു ഫാക്ടറാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 3 ആളുകളേ ഉള്ളൂ. ഞാൻ 421നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. 427നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടും. 420നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. 427നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 1 കിട്ടും. അതുപോലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് സെയിം റിസൾട്ടാണ്. അപ്പോൾ 2 ഈ എക്സിന് പകരം 2 വരാം, 3 വരാം, 6 വരാം. സോ അങ്ങനെ 3 സാധ്യതകളാണുള്ളത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ ഇതിനകത്ത് ഫാക്ടറൈസേഷൻ എന്ന കോൺസെപ്റ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. വേഗത്തിൽ ഫാക്ടറൈസ് ചെയ്യാനും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനും പറ്റിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ട്രൈ ചെയ്ത് നോക്കുക, ശ്രമിച്ച് നോക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുക, ഞാൻ എല്ലാ ആൻസറും മാച്ച് കളയുന്നുണ്ട്. നിങ്ങൾ വേറെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഈ കോൺസെപ്റ്റ് മാത്രം ആലോചിച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ 2 തവണ ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. A can X contains 399 liters of petrol and A can Y contains 532 liters of diesel. They are bottled in bottles of equal size so that whole of petrol and diesel would be separately bottled. The bottle capacity in terms of liter is an integer. How many different bottle size are possible? ഇവിടെ അങ്ങനെയാണ് മക്കളെ ചോദ്യം. നമ്മുടെ ഫാക്ടറൈസേഷൻ പോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്. ഞാനിതിനൊരു നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി കാണണം. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കും. ഇവിടുത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ. 2 ക്യാനുണ്ട്, എക്സ് എന്നൊരു ക്യാനുണ്ട്, വൈ എന്നൊരു ക്യാനുണ്ട്. എക്സ് എന്ന ക്യാനിനകത്ത് 399 ലിറ്റർ പെട്രോൾ ഇരിപ്പുണ്ട്. വൈ എന്ന ക്യാനിനകത്ത് 532 ലിറ്റർ ഡീസൽ ഇരിപ്പുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പെട്രോളും ഡീസലും ഇരിക്കുന്നതിൽ ഇനി നമുക്ക് ഈ ക്യാനിൽ നിന്ന് ഇവർ വേറെ ക്യാനിലോട്ട് മാറ്റണം. വേറെ ക്യാനിലോട്ട് മാറ്റുമ്പോൾ പറയുന്നത് ഈക്വൽ സൈസുള്ള ക്യാനുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈക്വൽ സൈസുള്ള ക്യാനുകളാണുള്ളത്. അപ്പോൾ ഈക്വൽ സൈസ്, അത് എക്സ് പെട്രോൾ നിറയ്ക്കാൻ ഡീസൽ നിറയ്ക്കാൻ എൻ്റെ കയ്യിൽ ഇനി ഞാൻ എടുക്കേണ്ടത് ഈക്വൽ സൈസുള്ള ക്യാനുകളാണ് എടുക്കേണ്ടത്. ഈക്വൽ സൈസുള്ള ക്യാനുകൾ എടുത്താൽ 399 പെട്രോളിനെയും ഈക്വൽ സൈസുകളായിട്ട് എനിക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റണം. 532 ലിറ്റർ ഡീസലിനെ എനിക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ക്യാനുകളിൽ ഈക്വൽ സൈസായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എനിക്ക് എത്ര സൈസുള്ള ക്യാൻ എടുക്കാൻ പറ്റൂ? ഒരേ ഒരു സൈസുള്ള ക്യാന് മാത്രമേ അവൈലബിൾ ആയിട്ട് എൻ്റെ കയ്യിൽ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആണല്ലോ. അങ്ങനത്തെ എത്ര വേരിയബിൾ സൈസുള്ള ക്യാനുകൾ പോസിബിൾ ആണെന്നാണ് ഇവിടുത്തെ ചോദ്യം. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാടാ? ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള ഫാക്ടറുകൾ ഏതൊക്കെയാണ് നോക്കുക. ഇവിടെയും അതേ ലോജിക്കാണ്, ഇവിടുത്തെ ചെയ്ത അതേ ലോജിക്കാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാണ്, ആലോചിച്ച് നോക്കിയാണ്. ഈ 399 ലിറ്റർ 532 ലിറ്റർ നിങ്ങൾ ആലോചിക്കുക. എൻ്റെ കയ്യിൽ 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്യാനാണ് ഉള്ളതെന്ന് കരുതുക. 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്യാനാണുള്ളത്, 1 ലിറ്റർ. എങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? 399 1 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള അതെത്ര ക്യാനുകളും എടുക്കാം. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്യാനുകൾ എടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഡീസലിനെയും പെട്രോളിനെയൊക്കെ എന്ത് ചെയ്യാം, ക്യാനുകളിലായിട്ട് മാറ്റാം. സോ അതൊരു പോസിബിലിറ്റി. നമുക്കിനി വേറെ ഫാക്ടറുകളാണ് ചെയ്യേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 399 ഫാക്ടറുകൾ എഴുതി നോക്കുക. 399നെയും 532ൻ്റെയും ഫാക്ടറൈസുകൾ ചെയ്ത് നോക്കുക. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇപ്പം 399 നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാമല്ലോടാ. ഫാക്ടറൈസ് ചെയ്തേ. നമുക്ക് 2 കൊണ്ട് പറ്റത്തില്ല. സോ 3 എടുക്കാം. 3 എടുക്കുമ്പോൾ എത്ര കിട്ടും, ഇവിടെ 1, ഇവിടെ 3, 133 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 133 ഇനി വേറെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നോക്കി നോക്ക്. 133 എനിക്ക് 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് പറ്റത്തില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 5 കൊണ്ട് പറ്റത്തില്ല, 6 കൊണ്ട് പറ്റത്തില്ല, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 കൊണ്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ 7 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 133 എങ്ങനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 133ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്, അതിൻ്റെ ഡബിൾ എടുക്കുക 6. ഇതിനെ ഒഴിവാക്കി ഈ ബാക്കിയുള്ള നമ്പറിൽ നിന്ന് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 13 - 6. അപ്പോൾ എത്ര കിട്ടും, 7. ഈ കിട്ടുന്ന റിസൾട്ട് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് 7ൻ്റെ ഫാക്ടർ, അല്ലെങ്കിൽ 7 ആ നമ്പറിൻ്റെ ഫാക്ടർ ആയിരിക്കും. 133 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. സോ ഞാനത് പറഞ്ഞല്ലോ, ഞാനത് നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ 7ൻ്റെ എന്താണ്, മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 7 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും, ഫാക്ടറാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു. 7 എഴുതി കഴിഞ്ഞാൽ എത്ര ടൈം കിട്ടും, 7 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 19 ടൈംസ് കിട്ടും. 19 ടൈംസ്. 19 ഒരു എന്തല്ല, 19 പ്രൈം നമ്പറാണ്. കാരണം 6ൻ്റെ മൾട്ടിപ്പിൾ 18 ഉണ്ട്. 18 തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറല്ലേ, അപ്പോൾ പ്രൈം നമ്പറാണ്. അപ്പോൾ 399ൻ്റെ പ്രൈം ഫാക്ടറുകൾ 3 ഉണ്ട്, 7 ഉണ്ട്, 19 ഉണ്ട്. അതുപോലെ 133 ഒരു ഫാക്ടറാണ്. പക്ഷേ 133 പ്രൈം അല്ല, നമുക്കിവിടെ ഫാക്ടറുകൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? 133 ഫാക്ടറാണ്. 3 × 7 21 ഒരു ഫാക്ടറാണ്. ശരിയല്ലേ? ഓക്കെയാണ്. 3 × 7 21 അതൊരു ഫാക്ടറാണ്. 7 × 19 അത് 133 തന്നെ കിട്ടും, അതൊരു ഫാക്ടറാണ്. 19 × 3 അതും ഒരു ഫാക്ടറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇനി അടുത്ത് 532 നോക്കാടാ. 532 നോക്കുമ്പോൾ 2 നമുക്കിവിടെ കോമൺ ആയിട്ടല്ലേ, 2 വരെ എന്ത് ചെയ്യാൻ പറ്റണോടാ, 2 വരെയും നിറയ്ക്കാൻ പറ്റണം. ഒരേ സൈസുള്ള ക്യാനേ അവൈലബിലിറ്റി ഉള്ളൂ, 2 വരെയും പറ്റണം. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 532ൻ്റെ എത്ര, 266 എന്ന് കിട്ടും. പിന്നും അതിനെ 2 കൊണ്ട് എടുക്കാൻ നിങ്ങൾക്ക് എത്ര കിട്ടും, 133 കിട്ടും. 133 നിങ്ങൾക്ക് നേരത്തെ ചെയ്താൽ 7 ചെയ്താൽ 19. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഏതൊക്കെ പറ്റും. എൻ്റെ കയ്യിൽ 3 ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്യാനാണുള്ളതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 399 ലിറ്റർ പെട്രോളിനെ ഈക്വലായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പക്ഷെ ആരെ പറ്റൂല, ഡീസലിനെ പറ്റില്ല. കാരണം 532 ഒരു ഫാക്ടർ അല്ല 3. അപ്പോൾ 3 പോസിബിലിറ്റി ഇല്ല. അടുത്ത് ഏത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് പറ്റുമോ, 2ഉം പറ്റത്തില്ല. കാരണം 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ക്യാനുകൾ ഞാൻ എടുത്താൽ എനിക്ക് ഡീസൽ പറ്റും, പക്ഷേ ആരെ പറ്റൂല, പെട്രോളിനെ പറ്റത്തില്ല. നമുക്ക് 2 വരെയും വിൽക്കണമല്ലോ, എടുത്ത് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ നോക്കണം, 7 ആണെങ്കിലോ, യെസ് 7 2 പേരുടെ കയ്യിലുമുണ്ട്. അപ്പോൾ 7 കൊണ്ട് പറ്റും, അതൊരു പോസിബിലിറ്റിയാണ്. 19 പറ്റുമോ, യെസ് 19ഉം പറ്റും, ഒരു പോസിബിലിറ്റിയാണ്. 133 പറ്റുമോ, പറ്റും. 133ഉം 2 പേരുടെയും ഫാക്ടറാണ്. സോ 133 കപ്പാസിറ്റിയുള്ള ടാങ്ക് എടുത്താലും ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? ഇനി വേറെ കപ്പാസിറ്റി ഉണ്ടോ, പറ്റും. 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കുകൾ എടുത്താലും പറ്റുമല്ലോ, ഉറപ്പാണ്. അപ്പോൾ ഈ 4 പോസിബിലിറ്റീസാണുള്ളത്. സോ നമ്മുടെ ആൻസർ ഈസ് 4. 4 തരത്തിലുള്ള ക്യാനുകൾ പോസിബിൾ. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാനുകൾ 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്യാനുകളായിരിക്കണം എടുക്കേണ്ടത്, അല്ലെങ്കിൽ 7 ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്യാനുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. 19 എടുക്കാം, 133 എടുക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ നിങ്ങൾ ഇതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ഫാക്ടർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സം s equal to x plus y plus z, s equal to x plus y plus z, where x, y and z are distinct prime numbers less than 10. ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ദാറ്റ് മീൻസ് വേറെ വേറെ ആയിരിക്കും, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല. പ്രൈം നമ്പർ ആണ്, ലെസ് ദാൻ 10, 10ൽ താഴെയുള്ള പ്രൈം നമ്പറുകളാണ്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എസ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്ക് ആദ്യം ഈ കണ്ടീഷൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതിക്കോളാം. പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്നല്ലേടാ. 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്, 7 ഒരു പ്രൈം നമ്പറാണ്, 9 ഒരു പ്രൈം നമ്പർ അല്ല,
ഇപ്പം 2, 3, 5, 7 എന്നിവയാണ് എന്ത് പറയുന്നതെടാ 10 താഴെയുള്ള പ്രൈം നമ്പറുകൾ. ഇനി നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 0 എന്നാണ്. അതായത് ഇതിലുള്ള 3 പേരെ ആരെങ്കിലും കൂട്ടുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൻ്റെ എന്താ ഫൈനൽ റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആവുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. സോ ഞാൻ പറയട്ടെ മക്കളെ, ഇതിനകത്ത് 1, 2, 3 കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ 3 കണ്ടീഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്കിത് പാടാണെന്ന് തോന്നും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓപ്ഷൻ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ, നോക്ക്, ഫാസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ എൻ്റെ 0 കിട്ടണം. നിങ്ങൾ നോക്ക്, 2 + 3 + 5 ചെയ്താൽ എത്ര കിട്ടും? 2 + 3 5, 5 + 5 10. റിസൾട്ട് കിട്ടുന്നുണ്ട്. 3 നമ്പർ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2നെയും 3നെയും 5നെയും എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണ്. അപ്പോൾ എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 0. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ആർ കറക്റ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ കട്ട് ചെയ്യാം? സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരത്തില്ല, 1 കറക്റ്റ് ആയതുകൊണ്ട്. ഇനി അടുത്ത് നോക്കാം. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 9 ആകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ നോക്കി നോക്ക്. ഇപ്പോൾ 2 + 3 + 5 ഞാൻ ചെയ്ത് നോക്കി. നമുക്ക് എന്ത് ചെയ്യാം? 2 + 5 + 7 ചെയ്യാം. പറ്റുമോ? ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 7 7 14 കിട്ടുക. അപ്പോൾ ആ കേസ് പറയുന്നില്ല. നമുക്ക് അടുത്ത ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? 3 + 5 + 7 എന്താ കിട്ടുക? 8 + 7. 8ഉം 7ഉം ആഡ് ചെയ്ത് എത്ര ഇടാ കിട്ടുക? 15 കിട്ടുക. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 5. എസ് ക്യാൻ ബി 5. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയും കട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കേസാണ് പരിഗണിക്കണം. നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ കേസ് കിട്ടിയത്. നമുക്ക് എങ്കിലും നോക്കാം. സോ അടുത്ത് എന്താണ്? എസ് ക്യാൻ ബി 9 എന്നാണ്. ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ? 9 കിട്ടുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഈ കോമ്പിനേഷൻ 9 കിട്ടുന്ന കോമ്പിനേഷനിൽ നിങ്ങൾക്ക് എന്ത് വരത്തില്ല? 5ഉം 7ഉം ഒരുമിച്ച് എന്തായാലും വരത്തില്ല. കാര്യം 5 7 കൂട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മുകളിൽ പോവും. അടുത്ത് 7ഉം 3ഉം ഒരുമിച്ച് ഒരിപ്പോൾ വരത്തില്ല, കാരണം 10 പോവും. അതും വേറൊരു നമ്പറാണ്, 9നേക്കാൾ കൂടി പോവും. ഉറപ്പല്ലേ? സോ ഇനി വേറെ ഏത് പോസിബിലിറ്റി ഉണ്ട്? 2ഉം 3ഉം 5ഉം എടുക്കാം. എങ്കിലും നിങ്ങൾക്ക് എത്ര കിട്ടത്തുള്ളൂ? 10 കിട്ടത്തുള്ളൂ. സോ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ഈ കേസിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ത് കിട്ടത്തില്ല? 9 കിട്ടത്തില്ല. സോ ഏത് മാത്രമാണ് മക്കളെ ശരി? 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ചെയ്ത് നോക്കുക, സിമ്പിളാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാനുള്ള മനസ്സുണ്ടായിരുന്നാൽ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫാക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മാത്തമെറ്റിക്കൽ അപ്രോച്ചൊന്നും ആവശ്യമില്ല. കുറച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണം. സോ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബാണ്. ശരിയാണ്. 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബ് എന്നായിരിക്കും പഠിച്ചിരിക്കുന്നത്. 10⁻³ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1.001 മീറ്റർ ക്യൂബ് എന്നാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.001 മീറ്റർ ക്യൂബ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? അപ്പുറവും ഇപ്പുറവും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 1 × 1000 = 0.001 × 1000. ചുമ്മാ ഇവിടെ എത്ര കിട്ടും? 1 ലിറ്റർ എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഇവിടെ എത്ര കിട്ടും നിങ്ങൾക്ക്? 1000 ലിറ്റർ എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? 1 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സോ ആ പോയിന്റ് ശരിയാണ് കേട്ടോ. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. നിങ്ങളൊന്ന് ഈ ഒരു ട്രെൻഡ് UPSCക്ക് ഉണ്ട്. പഴയ PYക്ക് നോക്കിയാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ചെയ്തേ പറ്റൂ. ഇനി 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 kg ആണ്. 1000 കിലോയാണ് നമ്മൾ എന്ത് ചെയ്യുക? 1 മെട്രിക് ടൺ എന്ന് പറയാം. 100 കിലോയാണ് നമ്മൾ ക്വിൻ്റൽ എന്ന് പറയാം. നമ്മൾ കിൻഡൽ എന്നൊക്കെ പറയാറില്ലേ? സോ 100 kg ആണ് നമ്മൾ എന്ത് പറയടാ? ഒരു ക്വിൻ്റൽ എന്ന് പറയാം. മറക്കരുത്. ഓക്കെ, ജസ്റ്റ് ഞാനത് പറയുന്നതേ ഉള്ളൂ. 100 kg. ഇവിടെ 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 kg. ശരിയാണ്. അടുത്ത് 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10000 മീറ്റർ സ്ക്വയർ ആണ്. അതും ശരിയാണ്. ഇനി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് 1 ഏക്കർ എന്നൊക്കെ പറയാറില്ലേ? 1 ഏക്കർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4050 ആണ്. കറക്റ്റ് പറഞ്ഞാൽ 4046.8 മീറ്റർ സ്ക്വയർ എന്നാണ്. സോ ഏകദേശം എബോവ് 4000 ആണെന്ന് അറിഞ്ഞിരിക്കുക 1 ഏക്കർ. ജസ്റ്റ് അറിഞ്ഞാൽ മതി കേട്ടോ. സോ ഇത് ഫാക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ ഏതെങ്കിലും NCERTയിലെ
മാത്തമാറ്റിക്സ് ടെക്സ്റ്റുകൾ, അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ റെഫർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും കൺവേർഷനുകൾ അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. അത്രയാണ് എൻ്റെ വഴി, വേറെ ഓപ്ഷൻസ് നമുക്കില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. ലെറ്റ് എക്സ് ബി എ 2 ഡിജിറ്റ് നമ്പർ, എക്സ് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്, ആൻഡ് വൈ ബി അനദർ 2 ഡിജിറ്റ് നമ്പർ, വൈ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്, ഫോംഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഓഫ് എക്സ്, എക്സിനെ തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ് വൈ. ഓക്കെ അല്ലേ? ഇഫ് എക്സ് പ്ലസ് വൈ ഈസ് ദ ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ, നമുക്ക് ഈ പറയുന്ന എക്സിനെയും എക്സിനാൽ തിരിച്ചിട്ടാൽ കിട്ടുന്ന വൈനെയും ആഡ് ചെയ്താൽ കിട്ടുന്നത് ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ്. ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഇങ്ങനത്തെ എത്ര എക്സുകൾ പോസിബിൾ ആണെന്നാണ്. ഇങ്ങനത്തെ, അതായത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ തിരിച്ചിട്ടിട്ട് രണ്ടുപേരെയും നമ്മൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 99 കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എഴുതി നോക്കാനുള്ള മനസ്സുണ്ടായിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിൽ ആദ്യം വരുന്നത് 81 അല്ലെങ്കിൽ 18 ആയിരിക്കും. അല്ലെ ചോക്ക്, 18 ഉണ്ട്, 18നെ തിരിച്ചിട്ടാൽ 81 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 99 കിട്ടും. 72 27 തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 99 കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ എത്ര ജോഡികൾ ഉണ്ട് എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. സോ വളരെ സിമ്പിളായിട്ട് നോക്കുക. 1ഉം 8ഉം കൂട്ടിയാൽ 9 കിട്ടും. അതേപോലെ 8ഉം 1ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2ഉം 7 കൂട്ടിയാൽ ഇതേ റിസൾട്ട് കിട്ടും, 7ഉം 2 കൂട്ടിയാൽ ഇതേ റിസൾട്ട് കിട്ടും. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 81 ഒരു നമ്പറാണ്, 18 നമ്പർ. നമുക്ക് ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പോകും അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇതുപോലെ എഴുതി നോക്കിയാൽ മതി. ഇതാ 18 ഒരു നമ്പറാണ്. അടുത്ത ഏത് പോസിബിലിറ്റി ഉണ്ടടാ? 81 പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ആരാ പറ്റും? 2 ഡിജിറ്റ് 2 ഡിജിറ്റ് നമ്പറല്ലേ വരുള്ളൂ, വേറെ നമ്പർ വരത്തില്ലല്ലോ. പിന്നെ ഏത് നമ്പർ പോസിബിലിറ്റി ഉണ്ട് ആലോചിച്ച് നോക്കുക. 2ഉം 7ഉം പറ്റൂലേ? എങ്കിൽ 72 27 വരും. 3ഉം 6ഉം പറ്റൂലേ? 4ഉം 5ഉം പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? 4ഉം 5ഉം ആയി. ഇനി 3ഉം 2ഉം എടുത്താൽ കിട്ടത്തില്ല, 55 കിട്ടത്തുള്ളൂ. സോ 1 2 3 4 5 6 7 8 ഇത്തരത്തിലുള്ള 8 പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഓപ്ഷൻ ക്യൂ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ശ്രമിച്ചു നോക്കുക. ഈസി അല്ലേ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദ്യം വായിക്കാം. ലെറ്റ് പി ക്യു ആർ ആൻഡ് എസ് ബി ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ ഈ പിയും ക്യൂവും ആറും എസും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജറുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻറ്റീജർ എന്താണെന്ന്. ഓക്കെ, ഇൻറ്റീജർ എന്താ മക്കളെ? ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 0 ഒരു ഇൻറ്റീജറാണ്, 1 2 3 4 അങ്ങനെ പോകുന്ന ഇൻറ്റീജറാണ്. സോ -1 -2 -3 അങ്ങനെ പോകുന്നത് ഇൻറ്റീജറാണ്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഇൻറ്റീജറും അല്ല, നെഗറ്റീവ് ഇൻറ്റീജറും അല്ല. അവനെ നമ്മൾ പറയുന്നത് ന്യൂട്രൽ ഇൻറ്റീജർ എന്നാണ് പറയുക. ന്യൂട്രൽ ഇൻറ്റീജർ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി? 1 മുതലുള്ള ആളുകളെ മാത്രമേ ആരൊക്കെയായിട്ട് പരിഗണിക്കാവൂ? പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും എസിൻ്റെയും സ്ഥാനത്തൊക്കെ 1 മുതലുള്ള നമ്പറുകളെ വരാവൂ. അതിനാണ് ഈ ഒരു കാര്യം അറിയണമെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാൻ എന്ത് ചെയ്തെന്നേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അതായത് 1 മുതലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആർക്ക് വരാം? പിക്കും ക്യൂവിനും ആറിനും എസിനും വരാം. ഇനി എന്തെങ്കിലും കണ്ടീഷൻ വേറെ പറഞ്ഞിട്ടുണ്ടോ നോക്കാം. പറയുന്നുണ്ട് ലെറ്റ് പി ആൻഡ് ക്യൂ ബി ഓഡ്. പിയും ക്യൂവും എന്തായിരിക്കണം മക്കളെ? ഓഡായിരിക്കണം. ആറും എസും ഈവൻ ആയിരിക്കണം. എന്നിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് പറയുന്നുണ്ട്. പി ഇൻറ്റു ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഇൻറ്റു എസ് ഈസ് ഈവൻ. ഓക്കെ, അങ്ങനെയാണ് പറയണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം ഒരു കണ്ടീഷൻസ് എങ്ങനെയാണ് എഴുതുന്നു. പിയും ക്യൂവും എന്താടാ? ഓടാണ്. ആദ്യത്തെ രണ്ടുപേരും ഓടാണ്, ആറും എസും ഈവൻ ആണ്. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും ഓടാണെന്ന് മനസ്സിൽ വയ്ക്കണം, എങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 6 എസ് ഈവൻ ആണ്. അപ്പോൾ നോക്ക്, പിയും ആറെന്ന് പറയുമ്പോൾ പി എന്താ? ഓടാണ്. ആറ് എന്താ? ഈവൻ ആണ്. അതിൻ്റെ സ്ക്വയർ. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഓടാണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ആണ്. ശരിയല്ലേ? ഓക്കെ, അത് ഞാൻ മനസ്സിൽ വെച്ചാൽ ആദ്യത്തെ രണ്ടുപേരും ഓടാണെന്നും പിയും ക്യൂവും ഓടാണെന്നും 6 എസ് ഈവൻ ആണെന്ന് എഴുതി ഇത് പെട്ടെന്ന് എഴുതാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ശരിയല്ലേ? മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മൾട്ടിപ്ലിക്കേഷനിൽ ഓഡ് ഇൻറ്റു ഓഡ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. മൾട്ടിപ്ലിക്കേഷനിൽ
ഓഡ് ഇൻറ്റു ഓഡ് മാത്രമേ ഓടായിട്ട് കിട്ടൂ. വേറെ ഓഡ് ഇൻറ്റു ഈവൻ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഈവനെ കിട്ടൂ, ഈവൻ ഇൻറ്റു ഈവൻ മൾട്ടിപ്ലൈ ചെയ്താലും ഈവനെ കിട്ടൂ. ഓക്കെ, ഇത് നമുക്ക് എക്സാം ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല. എങ്കിൽ നമ്മൾ കുറേ ഓരോന്ന് ചെയ്യുമ്പോൾ ഇനി വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ നമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അഡീഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഓടായിരിക്കും. വേറെ എല്ലാ മൾട്ടിപ്ലിക്കേഷനിലും എന്തേ കിട്ടത്തുള്ളൂ, ഈവനെ കിട്ടത്തുള്ളൂ. ഓഡ് ഇൻറ്റു ഓഡ് മാത്രമേ ഓഡ് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇവിടെ ഇങ്ങോട്ടൊക്കെ എന്ത് വന്നാലും ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരുന്നുണ്ട്, ഈവൻ എന്നൊരു സംഭവം വരുന്നുണ്ട്. നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് ചെയ്ത് പുറത്തു വന്നിട്ട് അവസാനം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു നമ്പറിനെ ഈവൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് റിസൾട്ട് എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നില്ലാത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ബിയിൽ ഒന്നില്ല, അപ്പം ബി എന്ന ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. നമ്മളൊരു ആൻസർ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം ക്യാൻസലേഷൻ കൂടി ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് ഒറ്റ ക്യാൻസലേഷനിൽ തന്നെ എന്ത് ചെയ്യാം, ആൻസർ കിട്ടിയാലോ, ആ ഒരു മനസ്സിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്തത് നോക്കാടാ. അടുത്തെന്താ പറയുന്നത്, ക്യൂ മൈനസ് എസ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താടാ, ഓടാണ്. ഓഡിൽ നിന്ന് എസ് എന്താണ്, ഈവൻ ആണ്. ഇൻറ്റു ക്യൂവിൻ്റെ സ്ക്വയർ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ ഓടല്ലേ, ക്യൂ. അപ്പോൾ ഓഡ് ഇൻറ്റു ഓഡ്, ഓഡിൻ്റെ സ്ക്വയർ എന്നാണ്. ഇൻറ്റു എസ് ഉണ്ട്, എസ് എന്താണ്ടാ, ഈവൻ ആണ്. ആലോചിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ പിന്നും ആലോചിക്കുക. എന്തൊക്കെ വന്നാലും ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ്. അപ്പോൾ ഒന്നും രണ്ട് ശരിയാണെങ്കിൽ നമുക്ക് സി എന്ന ഓപ്ഷൻ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ, ക്യൂ പ്ലസ് ആറിൻ്റെ സ്ക്വയർ. ക്യൂ എന്താ മക്കളെ, ഓടല്ലേ, ക്യൂ എന്താണ്, ഓടാണ്. പ്ലസ് ആറ്, ആറ് എന്താണ്, ഈവൻ ആണ്. അതിൻ്റെ സ്ക്വയർ ഇൻറ്റു എന്താ, പി പ്ലസ് എസ്. പിയും എന്താ, പി എന്താടാ, പി ഓടാണ്. പ്ലസ് എന്ത് വരുന്നുണ്ട്, ഈവൻ ആണ്, എസ് ഈവൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, നമുക്ക് ഈ ഓഡ് പ്ലസ് ഈവൻ എന്താണെന്ന് നോക്കാം. ഓടും ഈവനും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും. സോ അഡീഷൻ്റെ ഒരു കേസ് നമുക്ക് നോക്കാം. അഡീഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈവനും തമ്മിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈവനെ കിട്ടും. നിങ്ങൾക്ക് ഓടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തേ കിട്ടും, നിങ്ങൾക്ക് ഓടേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓടും ഒരേ നമ്പർ, ഈവൻ ആണെങ്കിൽ ഈവൻ കിട്ടും, ഓടും ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഈവൻ ആണ് കിട്ടുക. അങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും നമ്പർ വെച്ച് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നു, ഇത് പഠിച്ചു വയ്ക്കുന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ നിങ്ങൾ ആ ക്ലാസ് റൂമിൽ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്ത് നമുക്ക് വേറെ ഇഷ്ടംപോലെ നമ്പർ ഉണ്ടല്ലോ, പോസിബിലിറ്റി വേറെ ഉണ്ടല്ലോ എന്ന് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് ചെയ്ത് തന്നെ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. സോ ഓഡ് പ്ലസ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഓടാണ് കിട്ടുക. ഈവൻ പ്ലസ് ഓടാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഓടാണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് സെയിം സാധനമാണ് കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ അഡീഷനിൽ ഈവനും തമ്മിൽ ചെയ്താലോ അല്ലെങ്കിൽ ഓടും തമ്മിൽ ചെയ്താൽ മാത്രമേ ഈവൻ കിട്ടൂ. അല്ലാതെ എല്ലാ കേസിലും എന്ത് കിട്ടും, ഓടാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓടും ഈവനും അല്ലേ ആഡ് ചെയ്യുന്നത്. ഓടും ഈവനും ആഡ് ചെയ്യുമ്പോൾ ഇത്രയും പോർഷൻ്റെ മാത്രം റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും, ഓടായിരിക്കും. അപ്പോൾ ഒരു നമ്പറിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഓട് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഓട് കൊണ്ട് മൾട്ടിപ്ലിക്കേഷനിൽ ഓഡ് ഇൻറ്റു ഓടാണെങ്കിൽ ഓട് കിട്ടും, ഓടിൻ്റെ ഈവൻ ആണെങ്കിൽ എന്ത് കിട്ടും, ഈവനാണ് കിട്ടുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓട് പ്ലസ് ഈവൻ കൂടി നോക്കണം. ഓടും ഈവനും തമ്മിൽ ആഡ് ചെയ്താൽ ഇവിടെ എന്താ കിട്ടുക, ഓടാ കിട്ടുക. ഓടിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഓട് ഇൻറ്റു ഓട് എല്ലാം ഓടാണ്. സോ അപ്പോൾ ഉറപ്പായിട്ട് റിസൾട്ടും എന്തായിരിക്കും, ഓടായി കിട്ടത്തുള്ളൂ. സോ ഇതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? മനസ്സിലാക്കുക, ഈ രണ്ട് കോൺസെപ്റ്റുകളും അറിയണം. മൾട്ടിപ്ലിക്കേഷനിൽ ഓടും മൾട്ടിപ്ലൈ ചെയ്താൽ ഓടാണ് കിട്ടുക. വേറെ എല്ലാ മൾട്ടിപ്ലിക്കേഷനിലും എന്താ കിട്ടുക, ഈവൻ ആണ് കിട്ടുക. അഡിഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഓടും തമ്മിൽ ആഡ് ചെയ്താൽ ഈവൻ കിട്ടും, ഈവനും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഈവൻ കിട്ടും. വേറെ അഡീഷൻ, അതായത് ഓട് പ്ലസ് ഈവൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടത്തുള്ളൂ, ഓടേ കിട്ടത്തുള്ളൂ. സോ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ അഡീഷൻ്റെ അതേ റൂൾ തന്നെയാണ് ഏതിലും വരുന്നത്, സബ്ട്രാക്ഷനും. അഡീഷനും സബ്ട്രാക്ഷനും സെയിം ആണ്. ഇനി ഡിവിഷൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഡിവിഷൻ ഞാനിത് പറഞ്ഞതുകൊണ്ട് അതുകൂടി പറഞ്ഞിട്ട് പോവാം. ഡിവിഷൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക, ഈവൻ ഡിവൈഡഡ് ബൈ ഓടാണെങ്കിൽ എന്താ കിട്ടുക,
ഈവൻ ആണ് കിട്ടുക. ഈവനിനെ ഒരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് കിട്ടുക? ഈവൻ ആണ് കിട്ടുക. അതുപോലെ ഓഡിനെ ഓഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓഡാണ് കിട്ടുക. അപ്പോൾ ഈവനിനെ ഓഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് കാണാതെ പഠിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് ചെയ്ത് പഠിക്കണം, റിമെമ്പർ ചെയ്താലേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉള്ളതുപോലെ ഒരു ഫീൽ ആവും, ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റൂ. അപ്പോൾ ഡിവിഷനിൽ ഓഡ് ബൈ ഓഡാണെങ്കിൽ ഓഡാണ് കിട്ടുക, ഈവൻ ബൈ ഓഡാണെങ്കിൽ എന്താണ് കിട്ടുക? ഈവൻ ആണ് കിട്ടുക. ഇനി ഈവൻ ബൈ ഈവൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തും വരാം, ഈവനും വരാം, എന്തും വരാം, ഓടും വരാം. മറന്നു പോകരുത്. ഈവൻ ബൈ ഈവൻ വന്നാൽ, ഡിവിഷനിൽ ഈവൻ ബൈ ഈവൻ വന്നാൽ ഓടും വരാം, എന്തും വരാം, ഈവനും വരാം. രണ്ട് പോസിബിലിറ്റിയും ഉണ്ട്, മറന്നു പോകരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് 4/2 ഈവൻ ബൈ ഈവൻ അല്ലേ, എനിക്ക് എത്ര കിട്ടും? 2 കിട്ടുക. 6/2 ഈവൻ ബൈ ഈവൻ ബൈ ഈവൻ അല്ലേ, എനിക്ക് 3 കിട്ടുക. അപ്പോൾ അതിനൊരു കണ്ടീഷൻ പറയാൻ പറ്റത്തില്ല, ഓഡ് ഓർ ഈവൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ വിടുവാണെങ്കിൽ, ഈവൻ ബൈ ഈവൻ വരുവാണെങ്കിൽ ഒരു ഓഡ് ഓർ ഈവൻ എന്നായിരിക്കും ഓപ്ഷൻ വരിക. അല്ലാതെ നമുക്കത് ഇന്നതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല, അത് ആ നമ്പറിനനുസരിച്ചിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെതും അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും സെയിം റൂളാണ്. ഡിവിഷൻ്റെതും പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അതായത് മൾട്ടിപ്ലിക്കേഷനിൽ ഓഡ് ഇൻറ്റു ഓടാണ് കിട്ടുക, ഡിവിഷനിൽ ഓഡ് ബൈ ഓടാണ് കിട്ടുക. വേറെ ഉള്ളതിൽ ഈവൻ ബൈ ഓടാണെങ്കിൽ എന്ത് കിട്ടും? ഈവൻ കിട്ടും. പക്ഷേ ഈവൻ ബൈ ഈവൻ വരുന്ന സമയത്ത് എന്താ വരാം? ഈവനും വരാം, ഓടും വരാം. അപ്പോൾ അതെങ്ങനെയാണോ പഠിച്ചു വയ്ക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക, അഡീഷനും സബ്ട്രാക്ഷനും സെയിം ആണ്. സോ അങ്ങനെ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് ചില ഒരു ക്വസ്റ്റ്യൻ വായിക്കുക പോലും ചെയ്യാതെ ഇത് എങ്ങനെ ചെയ്യും ദൈവമേ എന്ന് ആലോചിക്കും. കാരണം നമ്പർ ഇഷ്ടം മാതിരി ഉണ്ടല്ലോ. ഈ രണ്ട് കണ്ടീഷൻ, ആദ്യത്തെ ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് മനസ്സിലായി, 1 മുതലാണ്. 1 മുതൽ ഇഷ്ടംമാതിരി നമ്പർ ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ കണ്ടുപിടിക്കുന്നൊരു സംശയം വരും. ചിലവർ ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് നമ്പറുകൾ ഇൻഡ്യൂസ് ചെയ്ത് നോക്കും. നമ്പറുകൾ ഇൻഡ്യൂസ് ചെയ്ത് നിങ്ങൾ എത്ര പറഞ്ഞ് നമ്പർ ചെയ്യും, നമുക്കത് ശരിയാവണമെന്ന് നിർബന്ധമില്ലല്ലോ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് പോവാം. ഇവിടെ ഇതിനകത്ത് വേരിയബിൾ കണ്ടീഷൻ വരുന്ന ഒരു സാഹചര്യം ഇല്ല. കാര്യം എന്താ? ഈ വേരിയബിൾ 2 പോസിബിലിറ്റി വരുന്നത് എവിടെയുള്ളൂ? ഈവൻ ബൈ ഈവനിൽ മാത്രമേ ഓഡോ ഈവനോ വരുന്നൊരു സാഹചര്യമുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ഒരു സ്പെസിഫിക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ ഒരു നമ്പർ വെച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. കാര്യം ഈവൻ ബൈ ഈവനിൽ മാത്രമേ ഓഡ് അല്ലെങ്കിൽ ഈവൻ കിട്ടുന്ന 2 മാറി വരാൻ ചാൻസ് ഉള്ളൂ. വേറെ ഒരു ചാൻസിൽ എന്തില്ല, മാറി വരാനുള്ള ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾ ഈ ചോദ്യത്തിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങളൊരു നമ്പർ ഇട്ട് ഫോളോ ചെയ്യാം. പക്ഷേ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈസിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒരു അഡ്വൈസ് ചെയ്യുന്നത്, ഈവൻ ബൈ ഈവൻ വരുവാണെങ്കിൽ ഓഡോ ഈവണോ എന്നൊരു പ്രശ്നം വരുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്പർ ഇട്ട്, ഈ പറയുന്ന അതേ കേസിൽ നമ്പർ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മളിത് പഠിപ്പിച്ചതുകൊണ്ടാണ്. നിങ്ങളിത് കോൺസെപ്റ്റ് അറിയാത്ത ആളാണ് ഞാൻ പറയുന്നത്. അവർ ചെയ്യുമ്പോൾ പല നമ്പറുകളുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടം പോലെ പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആൻസർ നമ്പർ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ചെയ്യാൻ തന്നെ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫൈവ്സ് യൂസ്ഡ് ഇൻ നമ്പറിംഗ് 260 പേജ് ബുക്ക്? 260 പേജുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേജ് നമ്പർ ഇടാൻ എത്ര ഫൈവ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. UPSCക്ക് ബുക്കും പേജ് നമ്പറും ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. സോ വളരെ ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം. സോ കേൾക്കുക, ഈസിയാണ്, സംഭവം ഈസിയാണ്. നിങ്ങളിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കുക. 1 മുതൽ 100 വരെ പരിഗണിച്ചാൽ 1ൻ്റെ എണ്ണം 21 ആയിരിക്കും, 0ൻ്റെ എണ്ണം 11 ആയിരിക്കും. വേറെ ഏത് നമ്പർ എടുത്താലും, 1ഉം 0 ഒഴികെ വേറെ ഏത് നമ്പർ എടുത്താലും എനി അതർ നമ്പറിൻ്റെ എണ്ണം 20 ആയിരിക്കും. മറക്കരുത്. അതായത് ഒരു 1 to 100. അതുപോലെ 101 മുതൽ 200 വരെ പരിഗണിച്ചാലും ഞാൻ ഈ പറഞ്ഞത് കിട്ടും. 1 എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും ആൻസർ, 0 എത്ര എണ്ണം ഉണ്ടെന്നാൽ ഇതാണ് ആൻസർ. അതുപോലെ എനി അതർ, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. കേട്ടല്ലോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, 1 മുതൽ 1000 വരെ എത്ര ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാൽ 301 ഒന്നുകളുണ്ട്. സീറോസിൻ്റെ എണ്ണം 192 ആണ്. ബാക്കിയുള്ള നമ്പറുകളുടെ എണ്ണം 300 ആണ്.
സോ ജസ്റ്റ് ഒന്ന് അറിയാം, ഇതൊന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടുപിടിച്ച് നോക്കാം, പക്ഷേ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു നമ്പറിൻ്റെ കേസ് എങ്ങനെ ചെയ്യുന്നു പറഞ്ഞുതരാം. പക്ഷേ അങ്ങനെ എക്സാം ടൈമിൽ നിങ്ങളിത് കാണാതെ പഠിക്കാതെ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓർമ്മിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ എഴുതി ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ രീതിയിൽ എത്ര പർട്ടിക്കുലർ നമ്പറുകൾ എത്രയുണ്ടെന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക, എളുപ്പമാണ്. ബാക്കി 1 to 100 എടുക്കുമ്പോൾ ബാക്കി എല്ലാ നമ്പറുകളും 20ആണ്, 1 21ആണ്. 1 to 1000 എടുക്കുമ്പോൾ ബാക്കി എല്ലാ നമ്പറുകളും 300 ആണ്, 1 301 ആണ്. 0 ഇവിടെ 11 ആണെങ്കിൽ 1 to 1000 ആണെങ്കിൽ 192 സീറോസ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിനി ഇതെങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി തരാം ഞാൻ, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. നിങ്ങൾ നോക്കടാ, ഇപ്പോൾ നിങ്ങൾ 1 മുതൽ 100 വരെ സങ്കല്പിക്കുക. അത് വെച്ച് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 1 മുതൽ 100 വരെ സങ്കല്പിക്കുക. ഇവിടെ നമുക്ക് 5 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ 5ൻ്റെ എണ്ണം എടുക്കാം, 5. സോ നിങ്ങൾ 1 മുതൽ 10 വരെ എഴുതും, 11 മുതൽ 20 വരെ എഴുതും. അങ്ങനെ എത്ര സെറ്റുകളുണ്ട്? 1 2 3 4 5 6 7 8 9 10. ശരിയല്ലേ? 90 മുതൽ 100 വരെ. അവിടെ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഒരു 5 വരും, ഇവിടെ 15 വരും, 25 വരും, 35 വരും, 45 വരും, 55 വരും, 65 വരും, 75 വരും, 85 വരും, എത്ര വരും? 95 വരും. അങ്ങനെ 10 സെറ്റിൽ നിന്ന് എത്ര അഞ്ചുകളായി? ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന 1th പൊസിഷനിൽ വരുന്നത് എത്ര? 10 അഞ്ചുകളായി. ഇനി നിങ്ങൾക്കറിയാം ഈ 45ൻ്റെ അവിടെ ഒരു 50 ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊരു 1 കിട്ടി. ദെൻ 51 52 53 54 55 56 57 58 അങ്ങനെ 59 വരെ നിങ്ങൾക്കറിയാം. ഈ 10th പൊസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? 5 വരുന്നുണ്ട്. അങ്ങനെ എത്ര എണ്ണം വരും? 10 എണ്ണം വരും. ശരിയല്ലേ? 10 എണ്ണമാണോ വരുന്നത്? നോക്കി നോക്കുക. നമുക്കറിയാം വേറെ എല്ലാ നമ്പറുകളും 20 ആണ് വരിക. അപ്പോൾ ഇവിടെ ഈ 50ൽ ഞാൻ ആൾറെഡി ഒരെണ്ണം ഇവിടെ എടുത്തു. അപ്പോൾ ഇനി 51 മുതൽ 59 എടുക്കുമ്പോൾ 9 എണ്ണം വരും. അപ്പോൾ ടോട്ടൽ എത്ര? 20 വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഉള്ള നമ്പർ വരാണെങ്കിലും എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, ഏതൊരു നമ്പറും 1 to 100 ആണെങ്കിൽ 20 ആണ്, എക്സെപ്റ്റ് 1 and 0. ഓക്കെ, 1 ആണെങ്കിൽ 21 ആണ്, 21 ഒരെണ്ണം കൂടുതൽ എടുത്താൽ മതി മറ്റേ നമ്പറിനേക്കാൾ. 0 ആണെങ്കിൽ 1 to 100 11 ആണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മളിവിടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം 5 വരുന്നു എന്നാണ്. ഇനി UPSCക്ക് ഇഷ്ടമുള്ള വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, എത്ര നമ്പറുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ 260 വരെ ബുക്കിൽ പേജ് നമ്പർ ഇട്ടപ്പോൾ എത്ര ഡിജിറ്റുകൾ യൂസ് ചെയ്തെന്നൊക്കെ ചോദിക്കാം. എത്ര ഡിജിറ്റുകൾ യൂസ് ചെയ്തെന്ന്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എഴുതുമ്പോൾ 1 ഡിജിറ്റ് നമ്പറുകൾ 9 എണ്ണമാണുള്ളത്. 1 ഡിജിറ്റ്, ഒറ്റ ഡിജിറ്റുകളുള്ള നമ്പർ 9 എണ്ണമാണ്. അങ്ങനെ 2 ഡിജിറ്റുള്ള നമ്പറുകൾ 90 എണ്ണമാണ്. 3 ഡിജിറ്റ് ഉള്ള നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 900 ആണ്. 4 ഡിജിറ്റാണ്. അങ്ങനെ നിങ്ങൾ വേറെ എന്ത് ചെയ്താൽ മതി? ഒരു 0 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് വരും എത്ര ഡിജിറ്റ്. ഇപ്പോൾ 260 അല്ലെങ്കിൽ നിങ്ങൾ 100 വരെ എത്ര ഡിജിറ്റുള്ള നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ഡിജിറ്റുകളുണ്ട്, എത്ര ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കടാ, 1 to 9 വരെയാണ് സിംഗിൾ ഡിജിറ്റ് നമ്പർ. അപ്പോൾ അവിടെ 9 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 100ൽ നിന്ന് 1 മുതൽ 100 വരെ ഇല്ലേ, ടോട്ടൽ എത്ര ഡിജിറ്റാണ് ഉള്ളത്? എത്രയാണ് ഉള്ളത്? 100 നമ്പറുകളുണ്ട്, 100 സംഖ്യകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 9 എണ്ണം എന്തായിരിക്കും? 1 ഡിജിറ്റ് ആയിരിക്കും. ഇനി 99 വരെയാണ് 2 ഡിജിറ്റ്. 90 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 9 × 1 ഡിജിറ്റ് ഉള്ളത് 9 ഡിജിറ്റ് കാണും. 90 എണ്ണം 2 ഡിജിറ്റ് ഉള്ളത് കാണും, 180 കാണും. ഇനി 100 ഒരു 3 ഡിജിറ്റ് ആണ്. 100ൽ എത്ര എണ്ണം ഉണ്ട്? ഒരു 3 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 189 3 എത്രയാ? 189 3 എന്ന് പറയുമ്പോൾ 192 നമ്പറാണ്, ഡിജിറ്റുകളാണ് 1 മുതൽ 100 വരെ എഴുതുമ്പോൾ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എത്ര വേണമെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇപ്പം 1 മുതൽ 1000 വരെ എഴുതുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2893 ആണ് കിട്ടുക. 2893. കാരണം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? എത്ര ഡിജിറ്റുകളുണ്ടെന്ന് ചോദിച്ചാൽ
നിങ്ങൾ 1 മുതൽ 1000 വരെ എഴുതുവാണ്. 1 മുതൽ 1000 വരെ എഴുതുവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 9 1 ഡിജിറ്റ് നമ്പറാണ് 9. അങ്ങനെ 90 2 ഡിജിറ്റുള്ള നമ്പറാണ്, അങ്ങനെ 180. അതിനുശേഷം 900 ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് ആണല്ലോ. അപ്പോൾ 900 3 ഡിജിറ്റ്. അപ്പോൾ എത്രയായി? 900ൻ്റെ ആകുമ്പോൾ 2700. ദെൻ 1000. അപ്പോൾ എത്ര കിട്ടും? 4. ഇതെല്ലാം കൂടി എന്ത് ചെയ്താൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 8 9 3 ഡിജിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. സോ ഇതും UPSCക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പറുകളുടെ എണ്ണം 9 ആണ്. ഡബിൾ ഡിജിറ്റുള്ള നമ്പറുകളുടെ എണ്ണം 90 ആണ്. 3 ഡിജിറ്റുകളുള്ള നമ്പറുകളുടെ എണ്ണം 900 ആണ്. 4 ഡിജിറ്റുകളുള്ള നമ്പറുകളുടെ എണ്ണം എന്തായിരിക്കും? 9000 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഓർമ്മിക്കുക. അങ്ങനത്തെ ചോദ്യങ്ങൾ UPSC പണ്ട് കാലങ്ങളിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് ചെയ്യാം. നമുക്കിവിടെ ആവശ്യം എത്ര 5കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. 1 മുതൽ 260 വരെ ഒരു ബുക്കിൽ പേജ് നമ്പർ ഇട്ടു. അപ്പോൾ എത്ര 5കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്കറിയാം 1 മുതൽ 100 വരെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര 5 ഉപയോഗിക്കും? 5 5s ഉപയോഗിച്ചിട്ടുണ്ടാവും. അടുത്ത് 101 മുതൽ 200 വരെ ഉപയോഗിച്ചപ്പോൾ എത്ര 5s ഉപയോഗിച്ചിട്ടുണ്ടാവും? 20 5s ഉപയോഗിച്ചിട്ടുണ്ടാവും. അടുത്ത് 201 മുതൽ 300 വരെ ആകുമ്പോൾ പിന്നെ എത്ര ഉപയോഗം? 200. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 to 300 വരെ എത്ര 5s ഉപയോഗിക്കും? ഇവിടെ 60 5s ഉപയോഗിക്കും. നമുക്കിവിടെ 260 വരെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡി ഓപ്ഷൻ അല്ല, വെട്ടി. 260 വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങളിനി നോക്കേണ്ടത് 260. നമുക്കറിയാം 201 മുതൽ 300 വരെ 20 5s ആണുള്ളത്. 260 ശേഷം 300 വരെ എത്ര 5s ഉള്ളത്? എങ്ങനെയാ? 300 വരെയാണല്ലോ 60 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നോക്കി നോക്ക്, 265 വരെ പല മെത്തേഡിൽ ചെയ്യാൻ കേട്ടോ. ഞാനിവിടെ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. 265 ഉണ്ട്, 275 ഉണ്ട്, 285 ഉണ്ട്, 295 ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു 4 5 260 മുതൽ 200 മുതൽ 300 വരെ ഒരു 20 വരുന്നത്. അല്ലെങ്കിൽ 1 മുതൽ 300 വരെ ടോട്ടൽ 60 വരുന്നത്. ആ വരുന്നതിൽ 260 ശേഷമുള്ള 5 നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ എത്ര 5 വരുന്നുള്ളൂ? 4 5കളെ വരുന്നുള്ളൂ. അപ്പോൾ ഈ 60ൽ നിന്ന് എത്ര കുറയ്ക്കുക? 4 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 56. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇതാണ് 2024 CSAT ചോദിച്ച നമ്പർ സീരീസിലെ നമ്പർ സിസ്റ്റത്തിലുള്ള 10 ചോദ്യങ്ങൾ. ഇനിയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്കത് അടുത്ത സെഷനിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.